ഹായ് ഡിയേഴ്സ്, ഇതാണ് കിലുക്കിച്ചെടി. ഇത് നമ്മുടെ വീട്ടിൽ നട്ടിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ ഒത്തിരി വരുന്നതായിട്ട് ഒത്തിരി വീഡിയോ കണ്ടിട്ടില്ലേ? ആ ചെടിയാണിത്. കണ്ടോ, ഇതാണ് അതിൻ്റെ കായ്. ഈ കായ് ഉണങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നടേണ്ടത്. ഒരു കാട്ടുചെടിയാണ്, പക്ഷേ വീട്ടിൽ ബട്ടർഫ്ലൈ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുകൊണ്ട് നടാം. ഇതതിൻ്റെ പൂവാണ്. കണ്ടോ, ഇതാണ് പൂവ്. കണ്ടോ, പൂവ് പയറിൻ്റെ പൂവ്. അടുത്ത പൂ കഴിഞ്ഞിട്ട് ഇതേപോലെ കായായി ഇങ്ങനെ വലുതാവും. കണ്ടോ, കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കായ ഉണ്ടാവും. ഇതാണ് ഉണങ്ങിയ കായൻ്റെ. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ കണ്ടോ, കിലുകിലാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതാണ് ആ കിലുക്കിച്ചെടിയുടെ. അങ്ങനെയാണ് അതിന് കിലുക്കിച്ചെടി എന്ന് പേര് വന്നത്. ഇതിന് വരുന്ന ബട്ടർഫ്ലൈ കാണിച്ചില്ല. ഇതിൻ്റെ തണ്ടിൽ ഒരു സൈസ് എൻസൈം ഉണ്ട്. ആ എൻസൈം കുടിക്കാനാണ് ആ ബട്ടർഫ്ലൈ വന്നത്. സാധാരണ ഇങ്ങനത്തെ ചെടിയിൽ ഇരിക്കുന്ന ബട്ടർഫ്ലൈ മനുഷ്യരെ കാണുമ്പോൾ ഓടിപ്പോകുന്നതല്ല. എന്താണെന്നറിയില്ല, 1-2 ബട്ടർഫ്ലൈ ഉള്ളായിരുന്നു. എന്നെ കണ്ടപ്പോൾ അത് പറന്നുപോയി. അതുകൊണ്ട് എനിക്കതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ക്ഷമിക്കുക. ഇനി ഞാൻ അത് വരുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിങ്ങനെ റോഡ് സൈഡിൽ നിന്ന ചെടിയാണ് കേട്ടോ. അത് കണ്ടോ, ഞാനിങ്ങനെ റോഡ് സൈഡിൽ കണ്ടു ചെടിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിത് കണ്ടപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി എടുത്ത വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ അറിവുമായി ഞാൻ വീണ്ടും വരാം. ബൈ, സീ യു സൂൺ.